നാല് മാസത്തിന് മുമ്പാണ് JCBയും കൊണ്ട് ഈ വീട് തകർത്തത്. ഞാൻ വൈകുന്നേരം വന്നപ്പോഴാണ് അറിയണത്. തുണിയാലാണ് അവൻ മാലയും പൊട്ടിച്ച് പുറത്താക്കിയത്. എന്തിനാണ് ഇവിടെ നിൽക്കണം, തൂങ്ങിച്ചത്തൂടെ, ആരും ഇല്ലാത്തവർ അങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയും. അയലന്തരക്കാരുടെ സഹകരണത്താൽ എനിക്കൊരു ഷെഡ് കെട്ടി തന്നു. വൈകുന്നേരം വന്നപ്പോൾ ഇതുപോലെ മുകളിലത്തെ ഷീറ്റ് കാണാനുണ്ടായില്ല, പടിഞ്ഞാറ് വശം പൊളിച്ചിട്ടേക്കായിരുന്നു. മനുഷ്യബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാന്ന് വീണ്ടും തെളിയിക്കുന്ന പ്രവണതകളാണ് വീണ്ടും മലയാളികളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് നോർത്ത് പറവൂര് പെരുമ്പടന്ന എന്ന സ്ഥലത്താണ്. നമ്മുടെ കൂടെ ഉള്ളത് ലീല ചേച്ചിയാണ്. ചേച്ചി ഇവിടെ ഈ കാണുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഈ വീട് ചേച്ചിയുടെ അനന്തരം, അതായത് ജ്യേഷ്ഠൻ്റെ മകൻ തകർക്കുകയും പിന്നീട് ചേച്ചി ഇവിടെ ഒരു ഷെഡ് വെച്ച് താമസിക്കാൻ വേറെ സ്ഥലമില്ല, വേറെ ആരും ഇല്ല, ചേച്ചി തനിച്ചാണ്. ഈ ചേച്ചി ഇവിടെ ഷെഡ് വെച്ച് താമസിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഷെഡും ആ പുള്ളിക്കാരൻ വന്ന് തകർത്തിരിക്കുകയാണ്. നമുക്ക് ചേച്ചിക്ക് താമസിക്കാനോ കയറി കിടക്കാനോ ഒരു ഇടമില്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട്. അതും തനിച്ച് താമസിക്കുന്ന ഈ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രവണതകളാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞാൻ ജനിച്ചു വളർന്ന ഈ വീട്ടിലാണ്. എൻ്റെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിലാണ് ജീവിച്ചത്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കൾ. 7 മക്കളായിരുന്നു. അപ്പോൾ ഈ സ്ഥലം ആരുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്? ഇതിപ്പോൾ വാങ്ങിച്ചത് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ വാങ്ങിയ സ്ഥലമാണ്. 3 ചേട്ടനനിയന്മാർ, ഞാൻ പിന്നെ സഹോദരൻ. ഞാനപ്പോൾ ചെറുപ്പമായിരുന്നു, ഇത് പണിക്കൊന്നും പോകാറുണ്ടായില്ല. അപ്പോൾ 3 ചേട്ടന്മാരും കൂടി വാങ്ങിയ സ്ഥലം. 2 ചേട്ടന്മാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇവർ അന്യാധീന ചെറുപ്പമല്ലേ, വല്ല നഷ്ടം സംഭവിച്ചാലാന്ന് വിചാരിച്ച് ചേട്ടൻ്റെ പേരിൽ തന്നെ എല്ലാവരും സമ്മതപ്രകാരമാണ് ചേട്ടൻ്റെ പേരിലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ചേട്ടൻ അവരുടെ പേരിൽ കൊടുക്കാമെന്നുള്ള ഇതിലായിരുന്നു. ഇളയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനപ്പോഴത്തേക്ക് അസുഖം വന്നു. എന്നിട്ട് ആസ്പത്രിയിൽ വെച്ച് ചേട്ടൻ പറയുകയും ചെയ്ത്, അന്ന് എൻ്റെ 2ാമത്തെ ഏട്ടൻ ബ്ലഡിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ നോക്കിക്കായിരുന്നു, ഞാനും മൂത്തേട്ടനും കൂടി. അപ്പോൾ ചേട്ടൻ പറയുകയും ചെയ്ത്, ഇനി അവരെ കല്യാണമായി അവർക്ക് കുടുംബമൊക്കെ ആയി, പിന്നെ അവർക്കുള്ളത് അവരുടെ പേരിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു 1 മാസം ആവണേക്കും പിന്നെ മരിച്ചു. ചേട്ടൻ അത് പിന്നെ എങ്ങും പോയിട്ടില്ല, പുറത്തെങ്ങും ഇറങ്ങിയിട്ടില്ല. പറയാൻ പോയാൽ എനിക്ക് നാണക്കേടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരൻ്റെ മരുമകൾ എന്നെ ഇങ്ങനെല്ലാം ഉപദ്രവിച്ചെന്ന് പറയുമ്പോൾ പറയാൻ എനിക്ക് നാണമാണ്. അത് ഞാൻ ആരോടും പറയാതെ 18 ദിവസം ഞാൻ പട്ടിണി കിടന്നു. സഹോദരൻ്റെ മകനും ഭാര്യയും കൂടിയാണ് എന്നെ ഉപദ്രവിക്കണത്. ഭാര്യയാണ് ഇതിന് മുൻഗണന നൽകണത്. അവൾ പറയണത് ഇവൻ ചെയ്തില്ലെങ്കിൽ അവൾ അനാവശ്യം പറയും. അങ്ങനെയാണ് ഇവന് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അവര് എല്ലാരും കൂടെ ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഭാര്യയും 2 മക്കളും അവനും ഞാനും. ഈ ചേട്ടന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് മാറിയതിന് ശേഷം. ചേച്ചി കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇവര് കൂടെ തന്നെയായിരുന്നു? അതാണ്, ഞാൻ ഇവിടെ നല്ല തറവാട്, അപ്പോൾ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അവളെപ്പോഴും എന്നോട് തൂങ്ങിച്ചാവാൻ പറയും. ചേട്ടന്മാരൊക്കെ മാറി താമസിച്ചപ്പോഴേ, എന്തിനാണ് ഇവിടെ നിൽക്കണം, തൂങ്ങിച്ചത്തൂടെ, ആരും ഇല്ലാത്തവർ അങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയും. ഞാനൊന്നും പറയാറില്ല. എന്താണെന്ന് വെച്ചാൽ അവക്കടെ ഭാഷ അങ്ങനെയാണ്. നമുക്ക് പോലെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഭാഷയാണ് അവക്കടെ വായിന്ന് വന്നത്. ഞാനെല്ലാം സഹിച്ച് ഇതുപോലെ അവിടെ നിന്ന് പുറത്താക്കിയപ്പോൾ തുണിയാലാണ് അവൻ മാലയും പൊട്ടിച്ച് പുറത്താക്കിയത്. ഞാൻ 18 ദിവസം പട്ടിണി കിടന്നു, ഒന്നും കഴിക്കാതെ കിടന്നു. ആത്മഹത്യ ചെയ്യുമ്പോഴല്ലേ കുറ്റം. എനിക്ക് പേടിയുമാണ്. പട്ടിണി മരണം കേട്ടിട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാന്നുള്ള ഇതിൽ ഞാൻ 18 ദിവസം പട്ടിണി കിടന്നു. അപ്പോൾ എനിക്ക് പേടിയായി, ഇവള് വല്ലതും ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞാലാന്ന് വിചാരിച്ചിട്ട് 18ാം ദിവസം ഞാൻ വനിതാ സെല്ലിൽ പരാതി കൊടുത്തു. അവിടെ പരാതി കൊടുത്തിട്ടും ഇവൻ 3 പ്രാവശ്യം വിളിച്ചിട്ട് ഇവൻ ചെന്നില്ല. ഒരു പ്രാവശ്യം പറഞ്ഞ് എനിക്ക് വക്കീലിനെ കാണാം, പിന്നെ അതിന് മുമ്പേ പറഞ്ഞ് എനിക്ക് പാടില്ല, ഞാൻ ഹോസ്പിറ്റലിലാണ് നോണിയാണ് പറഞ്ഞത്. ആ സമയത്തൊക്കെ അപ്പോൾ 2-3 മാസം മുന്നേ അല്ലേ ഈ വീട്? അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 9 വർഷമായിട്ട് ഇവരുടെ പീഡനം തന്നെയായിരുന്നു. പിന്നെ 4 മാസത്തിന് മുമ്പാണ് JCBയും കൊണ്ട് ഈ വീട് തകർത്തത്. ഞാൻ വൈകുന്നേരം വന്നപ്പോഴാണ് അറിയണത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു? വന്നിട്ടൊന്നും കാണാനുണ്ടായില്ല. വൈകിട്ടാണ് ഞാൻ എത്തിയത്. ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഷെഡ് എനിക്ക് ജനകീയ കമ്മിറ്റിക്കാർ ഷെഡ് കെട്ടി തന്നത്, അതായത് പൊതുജനങ്ങളുടെ അയലന്തരക്കാരുടെ സഹകരണത്താൽ എനിക്കൊരു ഷെഡ് കെട്ടി തന്നു. അവിടെ ഞാൻ കിടക്കുമായിരുന്നു. പകൽ വന്ന് രാത്രി നിൽക്കണത് ഞാൻ ആരോടും പറയില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇനിയാന്ന് വൈകുന്നേരം വന്നപ്പോൾ ഇതുപോലെ മുകളിലത്തെ ഷീറ്റ് കാണാനുണ്ടായില്ല, പടിഞ്ഞാറ് വശം പൊളിച്ചിട്ടേക്കായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടും ഞാൻ അവിടെ നിർത്തണത് കൊണ്ട് ചേച്ചിയുടെ മകനെ മരുമോളെയൊക്കെ ഇവർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവക്കടെ അമ്മ വഴക്ക് പറഞ്ഞെന്ന്
പറയണ്ടായിരുന്നു. അവൻ കൊല്ലും, നിന്നെ ജീവിക്കാൻ സമ്മതിക്കൂലടാ, ഇതാണ്. അവരൊന്നിനും വന്നിട്ടില്ല. എന്നിട്ടും അവനെ വഴക്കും. അവരുടെ അടുത്ത് തന്നെയാണ് ഇവൻ്റെ വീട്. കുറേ അവനെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം അത് തന്നെ. പക്ഷേ രാത്രി എനിക്കിപ്പോൾ ആദ്യമൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാവരും അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയമുണ്ട് ഇവിടെ രാത്രി കിടക്കാനായിട്ട്. പകൽ ഇവിടെയും, രാത്രി ഇപ്പം ചേച്ചിയുടെ വീട്ടിലല്ലെങ്കിൽ അയലന്തരത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇവിടെ ഈ ഷെഡിൽ കിടക്കണ്ട, ഞങ്ങൾക്കും കൂടി ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും, ഞങ്ങളുടെ വീട്ടിലൊന്ന് കിടക്കുന്നതാണ് അയലന്തരത്തുള്ളവരൊക്കെ പറഞ്ഞേക്കണം. ഈ കമ്മിറ്റി രൂപീകരിച്ചത് ഇവിടെ നാട്ടിലെല്ലാവരും കൂടിയിട്ടാണോ? അപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്നും വാർഡ് മെമ്പർ അങ്ങനെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഇതുണ്ടായിട്ടുണ്ട്, സഹായം എന്ന് പറഞ്ഞാൽ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെയും വഴക്ക് പറയണമെന്നാണ് പറയണത് ഇവൻ. ഇന്നാൾ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് കട്ടിൽ തന്ന അയലന്തരത്തുള്ളവരാണ്. ആരാണ് അവൾക്ക് ആ കട്ടിൽ കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാനാണെന്ന് പറഞ്ഞിരുന്നു. അയലന്തരത്ത് ഒരു പുഷ്പ എന്ന് പറഞ്ഞ ഒരു അപ്പോൾ അവരെ വഴക്ക് പറയണമെന്ന്. ഇന്നാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. ഇതിപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോനും അവിടെ ഞാൻ പോണതുകൊണ്ട് ചേച്ചിയുടെ മോനെയും മരുമോളെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവക്കടെ അമ്മയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ മുന്നോട്ട് എനിക്ക് വ്യാപാരി വ്യവസായികൾ വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തറ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ. അത് എൻ്റെ അച്ഛന് കുടിയട പറ്റിയ സ്ഥലമാണ്. 7 മക്കൾക്ക് അവകാശമുള്ളതാണ്. പക്ഷെ അതും വിൽക്കാനായിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായില്ല. ഇതൊരു ആരും കാണാത്തൊരു ദുരിതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഈ ചേച്ചി ജീവിച്ചു പോന്നിട്ടുള്ളത് ഞങ്ങൾ കാണുമ്പോൾ താമസം അല്ലെങ്കിൽ അമ്പലത്തിൽ പോക്ക്, ജോലിക്ക് പോക്ക്, ഇതല്ലാതെ മറ്റൊരു ആക്ടിവിറ്റീസ് ഇല്ലാതെ ആ ലോകത്തേക്ക് ഒതുങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഉള്ള പണിയെടുത്ത് ആർക്കും ശല്യമാകാതെ ജീവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കൂടുതൽ പരിസരവാസികളായിട്ട് മിഗിൾ ചെയ്യാതിരുന്നത്. പലപ്പോഴും കൊല്ലാനുള്ള ശ്രമം വരെ വന്നിരുന്നു എന്നും മജിസ്ട്രേറ്റിനോടാണ് ഈ ചേച്ചി നേരിട്ടു. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഇതിൽ മുതൽ തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിനകത്തുണ്ട് എന്നാണ്. മറ്റ് സഹോദരങ്ങളെയൊക്കെ അങ്ങനെ തന്നെ ഒഴിവാക്കി ഈ ചേച്ചിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീട് തല്ലിപ്പൊട്ടിച്ചത്. അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കിടന്നുറങ്ങാൻ, അന്തി ഉറങ്ങാൻ ആ സ്ഥലം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ പോലും അത് ആരുമില്ലാത്തൊരു സ്ത്രീ, അബലയായെന്ന് കരുതുന്ന സ്ത്രീ, അതാണ് ആ ചേച്ചിയെ ഒരു വലിയൊരു ദുരിതത്തിലേക്ക് കൊണ്ടുപോകാതെ ഞങ്ങൾ താങ്ങും തണലുമായി ഒപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെ സംഭവിച്ച് ഈ നാട്ടിലുള്ള ആളുകൾ. ഞങ്ങൾക്ക് മനസ്സിലായി ഈ ചേച്ചി മൂലക്കായി ഇരുന്ന് പോവും. അപ്പോൾ ചേച്ചിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങളൊരു കൂട്ടായ്മ അങ്ങനെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. അതിപ്പോൾ തുടരുന്നുണ്ട്. ഇത് അവസാനം വ്യാപാരി വ്യവസായികൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന ഓഫറുണ്ട്. അവർ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ടാവണം അവരങ്ങനെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. MLA ആണ് പ്രതിപക്ഷ നേതാവാണ് അതിൻ്റെ ചെയർമാൻ, രക്ഷാധികാരി, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതിൻ്റെ മറ്റൊരു രക്ഷാധികാരി, വാർഡ് കൗൺസിലർ, അതിലെല്ലാ പാർട്ടിക്കാരും സാന്നിധ്യത്തോടു കൂടി ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. സൂപ്പർവിഷൻ വഹിക്കുന്നത് ലെൻസ്ഫെഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് സുതാര്യമായി പോകുന്നതിന്. മർച്ചൻ്റ് അസോസിയേഷനാണ് പൂർണ്ണമായും പൈസ ചിലവഴിക്കുന്നത്. ജൂലൈ മാസം അത് പണി പൂർത്തിയാക്കി ഈ ചേച്ചി അവിടെ താമസിപ്പിക്കും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ജോലി ഏതെങ്കിലും സംഘടിപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ. ലീഗൽ സൊസൈറ്റി അതോറിറ്റി ഇവർക്ക് കേസ് കൊടുക്കുന്നതിനും അത് നടത്തിക്കുന്നതിനും ഒരു അഡ്വക്കേറ്റിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സന്ധ്യരാജ് പുള്ളിക്കാരത്തിയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നഷ്ടപരിഹാരവും തുടർച്ചുള്ള കാര്യങ്ങളൊക്കെ കേസുമായി പോകുന്നത് ലീഗൽ അതോറിറ്റിയാണ്. ആ സെക്ഷൻ നിയോഗിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൊളിച്ചതിനെ സംബന്ധിച്ചൊരു കേസും കൂടിയുണ്ട്. നിലവിലൊരു ഇഞ്ചക്ഷൻ നിലവിലുണ്ട്, അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ലെന്ന്. അതുവരെയും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. MC റൂളുണ്ട്. ആ റൂള് 131 പ്രകാരം വയലേഷനാണ്, നോൺ വെയിലബിളാണ്. പക്ഷേ നീതി തേടി വീണ്ടും കോടതിയിൽ അഡ്വക്കേറ്റ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കൊരു ഉറപ്പ് തരാവുന്നത് ഈ ചേച്ചി ഇപ്പോൾ ഭയപ്പെട്ട പോലെ ഇനി കരയരുത്, ഈ ദുഃഖം ഇനി ആരോടും പറയാതെ തുറന്ന് ഞങ്ങളോടൊപ്പം തന്നെ നടത്താൻ ഈ ചേച്ചിക്കൊപ്പം ഈ നാട്ടുകാരിലെ മുഴുവൻ ആളുകളും ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഞങ്ങൾ കൊടുക്കാറ്. എപ്പോഴും ഞങ്ങൾ വരാറുണ്ട്, ചോദിക്കാറുണ്ട്, എന്താവശ്യമുണ്ടോ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് പേടിക്കാതെ തുടർന്ന് ജീവിക്കാൻ സുരക്ഷിതമായൊരു ജോലി കൂടി സംഘടിപ്പിച്ച് ഈ പ്രദേശത്ത് കൊടുക്കാനും കൂടി ജനകീയ സമിതി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുണ്ടാവുന്നത്. ഞങ്ങളെന്തായാലും ഒപ്പം ഉണ്ടാവും.